Hello everyone, welcome back to Raj Talks. ഗാന്ധി ടോക്സ് ഡയറക്ടർ കിഷോർ പാണ്ഡുരംഗ്. ഗാന്ധി ടോക്സ് എന്നാണെങ്കിലും മൊത്തത്തിൽ ഇതൊരു സൈലൻറ്റ് ഫിലിമാണ്. ഇതിനെപ്പറ്റി അധികം പബ്ലിസിറ്റിയും പ്രൊമോഷൻസ് ഒന്നും ഈ പടത്തിന് കണ്ടില്ല. ഇവിടെ മെൽബണിലാകെ ഒറ്റ തിയേറ്ററിൽ ഒറ്റ ഷോയെ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ കണ്ടു. സോ ബേസിക്കലി 1987 പുഷ്പക വിമാനം എന്ന് പറഞ്ഞ ശ്രീ കമലഹാസൻ്റെ ചിത്രത്തിന് ശേഷം ഇപ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ അറിവിൽ ഒരു സൈലൻറ്റ് മൂവി വരുന്നത്. ഒരു ഡയലോഗുകളൊന്നും തന്നെയില്ല. ശക്തമായ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസും 2 പാട്ടുകളുമുണ്ട്. അത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. എ ആർ റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ കാണാം. ഫസ്റ്റ് ഹാഫിൽ ഒരുമാതിരി സൈലൻസ് പ്ലേ ചെയ്യേണ്ടിടത്ത് മ്യൂസിക്കിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല, പക്ഷേ ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സൈലൻസ് വേണ്ടിടത്ത് പുള്ളി ഓവറായി പ്ലേ ചെയ്തതുപോലെയൊക്കെയുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതൊഴിച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളിയുടെ ബെസ്റ്റ് വർക്കാണ്. ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ ക്രിട്ടിക്കലി ഒരു വൻ വർക്കായിട്ട് അറിയപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദെൻ കംസ് ടു ആക്ടേഴ്സ് അരവിന്ദ് സ്വാമി, വിജയ് സേതുപതി, അതിഥി റാവു, പിന്നെയും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്. ഇവർ 3 പേരാണ് മെയിനായിട്ടും സ്ക്രീൻ പ്രസൻസ് ഉള്ളത്. അതിന് ശേഷം പിന്നെ ചെറിയ വേഷത്തിൽ ഒരു പിക്ക് പോക്കറ്റുകാരൻ വരുന്നുണ്ട്, ഒരു പോലീസുകാരനുണ്ട്, മഹേഷ് മഞ്ജരേക്കറിൻ്റെ ഒരു മിനിസ്റ്ററിൻ്റെ ക്യാരക്ടറുണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ട് പിന്നെയും ഉണ്ട് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുംബൈ ബേസ്ഡ് ആയിട്ട് ഒരു സ്ലം ഏരിയയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ സെറ്റപ്പിൽ ജീവിക്കുന്ന പൈസയ്ക്ക് കഷ്ടപ്പെടുന്ന അന്നന്നുള്ള ആഹാരത്തിന് കഷ്ടപ്പെടുന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടർ തുടക്കം തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് അതിലോട്ട് കൊണ്ടുപോകും. അത് പറയുമ്പോഴാണ് ഈ പടം തുടങ്ങുന്ന ഒരു 2 മിനിറ്റ് ഒബ്സീനായിട്ടുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരാൾ ഇങ്ങനെ എന്താ പറയുക, കുലുകുഴിഞ്ഞ് തുപ്പുന്ന ഒരു ഇതും അതിന് ശേഷമുള്ള കുറേ സീനുമൊക്കെ ഒരു പക്ഷേ ആ ഒരു സ്ലം ഏരിയയുടെ സെറ്റപ്പോ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കാം. പക്ഷെ എനിക്കത് ഒട്ടും വർക്കായില്ല. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഒരുമാതിരി ഒരു ഇത് വന്നു. എനിവേസ് അതിന് ശേഷം പടം നല്ല രീതിയിൽ ടേക്ക് ഓഫ് ആവുന്നുണ്ട്. ഒരു അതൊരു രസമാണ്. കാരണം ഭയങ്കര ഡയലോഗ് ഡെലിവറിയൊക്കെയുള്ള അല്ലെങ്കിൽ തലൈവ തലവി പോലുള്ള പടത്തിൽ വിജയ് സേതുപതി അലറി വിളിച്ച് അഭിനയിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഡയലോഗ് പോലും പറയാതെ സിറ്റുവേഷൻസും അത് സ്റ്റേ ചെയ്യുന്ന രീതിയും വെച്ച് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്നത് നല്ല രസമുണ്ട്. അപ്പോൾ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ വളരെ പാവപ്പെട്ട ഒരു ആഹാരത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുന്ന, പക്ഷേ ഇതൊന്നും ഒരു സെൻറ്റി ലെവലിലല്ല എടുത്തിരിക്കുന്നത്. ഒരു കോമഡി, സട്ടിൽ കോമഡി പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടതും വിജയ് സേതുപതിയെ തന്നെയാണ്. പുള്ളിയുടെ ഒരു നല്ല ഡീസൻറ്റ് പെർഫോമൻസ്, ഒരു റിമാർക്കബിൾ പെർഫോമൻസ് തന്നെയാണ്. ഡീസൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റിമാർക്കബിൾ പെർഫോമൻസാണ്. ഒരു ചില സ്ഥലത്തൊക്കെ പുള്ളി നല്ല രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കൃഷ്ണൻ്റെ സ്റ്റാച്യു ആയിട്ട് നിന്നിട്ട് അതിന് കാശ് വാങ്ങിക്കുന്ന ഒരു പരിപാടിയിലൊക്കെ പുള്ളി പോവും. ആ സമയത്ത് പുള്ളിക്ക് പറ്റുന്നൊരു കാര്യം, പുള്ളിയുടെ മുഖത്ത് പുള്ളി സ്റ്റാച്യു ആയിട്ട് നിന്നിട്ട് പുള്ളി ഒരു ഇമോഷൻ കൺവേ ചെയ്യണം. അത് എന്ത് രസമായിട്ട് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് സീനാണ് അത്. ഭയങ്കര അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനിന് കുറേ റെലവൻസ് ഉണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഇയാൾ ആരാണെന്ന് മനസ്സിലാക്കുന്നതും ഒക്കെ ആ സീനിന് റെലവൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സീനിൽ പുള്ളി ചെയ്തിരിക്കുന്നത്, ഒരു ചീട്ട് കളിക്കുന്ന ഒരു പബ്ബും അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു ക്ലബ്ബിൽ പോയിട്ടൊരു പുള്ളി ഡാൻസ് ചെയ്യുന്നതും അവിടെ കാണിക്കുന്ന ഒരു കോപ്രായവും. വിജയ് സേതുപതിക്ക് വലിയ ഡാൻസ് ഒന്നും വരില്ല, പക്ഷേ അത് പുള്ളി അതിൻ്റെ ട്യൂണിനനുസരിച്ച് പുള്ളി ഡാൻസ് ചെയ്തിരിക്കുന്ന രീതി അതൊക്കെ ഭയങ്കര രസവും ഭയങ്കര ക്യാച്ചിയാണ്. ടുവേർഡ്സ് എ ക്ലൈമാക്സ് പുള്ളി ഇമോഷണലി കൺവേ ചെയ്യണം. കാരണം ഇവർക്ക് ഡയലോഗ്സ് ഇല്ല. ചില സമയത്ത് തോന്നും സേറ്റ് പറഞ്ഞതങ്ങ് ഒപ്പിക്ക് എന്നുള്ള രീതിയിലൊക്കെ തോന്നും. പക്ഷേ അത് നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരവിന്ദ് സ്വാമിക്ക് ഒരു ഇതുപോലെ തന്നെ ഇമോഷൻസ് കൺവേ ചെയ്യേണ്ടതാണ്. ഈ 2 പേരും ഒരാൾ എക്സ്ട്രീം പുവർ, ഒരാൾ ഫിൽത്തി റിച്ച് ആയിരുന്ന അവസ്ഥയിൽ നിന്നും ബ്രൈബും അങ്ങനത്തെ അവസ്ഥയിലൊക്കെ പെട്ട് എന്താ പറയുക, നമ്മുടെ നാട്ടിൻ്റെ റെഡ് ടേപ്പിസം അങ്ങനത്തെ ഓരോ അവസ്ഥയിലും ചതിയും വഞ്ചനയും പണത്തിനോടുള്ള ആർത്തിയും ഒക്കെ കാരണം ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ പെട്ടുപോകുന്ന 2 പേര്. അല്ലാതെ ഒരു പണക്കാരൻ കാരണം പാവപ്പെട്ടവന് പ്രശ്നം വന്നു അങ്ങനത്തെ ഒരു നറേറ്റീവ് അല്ല. 2 പേരും പണത്തിൻ്റെ പേരിലും ലക്കിൻ്റെ പേരിലും ബ്യൂറോക്രസിയുടെ പേരിലും ഒക്കെ പെട്ടുപോകുന്ന ആൾക്കാർ. അവരുടെ അവസ്ഥ ഇവരിതെങ്ങനെ ഓവർകം ചെയ്യുന്നു, ശുഭാന്ത്യം എങ്ങനെ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക്
ഇതിൻ്റെ ഒരു 2 മണിക്കൂറൊക്കെ ഉള്ളൂ ഈ പടം. നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. കാരണം എല്ലാം ഡീറ്റെയിലിംഗ് ആണ്. അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഇത് പോയിരിക്കുന്നത്. അരവിന്ദ് സ്വാമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങനെ മെയ്യഴകൻ പോലൊക്കെയുള്ള ഒരു പടം ചെയ്തിട്ട് ഇമോഷൻസൊക്കെ ഈസി ആയിട്ട് വരും. പുള്ളി ജസ്റ്റ് മരിച്ചുപോയ ഒരു ആളുടെ റിലേറ്റീവിൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ നോക്കി കരയുമ്പോഴും മക്കളെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴും ഭാര്യയെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോഴും ഒക്കെ പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണീര് വരുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ആകെ മൊത്തത്തിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാത്ത, കാരണം ഇടയ്ക്കൊന്ന് മൊബൈൽ നോക്കിയപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ മിസ്സായതുപോലൊരു ഫീല് കിട്ടി. അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന, കാരണം വിഷ്വലിയാണ് സ്റ്റോറി ടെൽ ചെയ്യുന്നത്. അപ്പം സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്കായൊരിത്. പിന്നെ ഇടയ്ക്ക് പുഷ്പക വിമാൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ റീവിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ബോധമണ്ഡലങ്ങൾ ചികഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ അതിനൊരു ഒഴുക്കുണ്ട്. അതായത് അതിലിങ്ങനെ ഒരിടത്തും എന്തെങ്കിലും എഴുതി കാണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇതാണതെന്ന് പറയാനോ, അങ്ങനത്തെ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് ടെക്സ്റ്റ് അയക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ച് കാണിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും പുഷ്പക വിമാനത്തിലില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ചില സീനെങ്കിലും ഒരു മൈം, നമ്മൾ സ്കൂളിലൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മൈം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ കൺവേ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ വരച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുന്നത് വേറൊരാൾക്ക് കിട്ടിയിട്ട് അയാൾ അതിൽ നിന്ന് ഈ കഥ മനസ്സിലാക്കുന്നത് പോലെ, അതൊന്നും അത്ര ഓർഗാനിക്കായിട്ട് തോന്നിയില്ല. പക്ഷെ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. എനിക്ക് ജസ്റ്റ് ഒരു കല്ലുകടിയായി ചിലയിടത്ത് ഫീൽ ചെയ്ത ചില കാര്യങ്ങൾ മാത്രം. പക്ഷേ എബോവ് ഓൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ ജസ്റ്റ് ഒരു ടീസറോ ട്രെയിലറോ കണ്ടു. ഭരദ്വാജ് രംഗൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ കണ്ടില്ല. അപ്പോൾ ഒരു വലിയ ഐഡിയ ഇല്ലാതെ പോയി കണ്ടു. ഒരു ഭയങ്കര അത്ഭുതം പോലെ തോന്നി. എ ആർ റഹ്മാൻ്റെ എനിക്ക് എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കിൻ്റെ ഇത് വരുമ്പോഴും മറ്റേ ഒരു ഒരു പടം ഉണ്ടായിരുന്നല്ലോ, മലയൻ കുഞ്ഞ്, ആടുജീവിതം, ഇതിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എ ആർ റഹ്മാൻ്റെ ചില മ്യൂസിക് എവിടേക്കോ കുറച്ച് ലൗഡായി പോയതുപോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ചിലയിടത്ത് സൈലൻസ് നമുക്ക് വേണം. അപ്പോൾ ഇത് കൊടുക്കാതെ എ ആർ റഹ്മാൻ ത്രൂ ഔട്ട് ഭയങ്കര ലൗഡായിട്ട് ചെയ്ത പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. ഓഫ് കോഴ്സ് ഇതിൻ്റെ എന്താ പറയുക, ഇത് പറയാനുള്ള ഒഡാസിറ്റി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സാധാരണ ആസ്വാദനത്തിൽ നിന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. പക്ഷേ പുള്ളി ഇതിനകത്ത് പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലെങ്കിൽ ഈ പടം കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിരിക്കാം. കാരണം ആ സ്കോർസിൽ നമുക്ക് ഭയങ്കര ഒരു ആവേശം ജനിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ആകെ മൊത്തത്തിൽ നല്ല രസമായിട്ട് കണ്ടിരുന്ന 2 മണിക്കൂർ. അതായിരുന്നു ഗാന്ധി ടോക്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.